രാഷ്ട്രീയത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വാക്യം, നിർവചനം മിലിയൻ കുന്ദേരയുടേതാണ്. പൊളിറ്റിക്സ് ഇസ് എ സ്ട്രൈക്ക് ആൻഡ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഫോർഗെറ്റ്ഫുൾനെസ്. മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന നിരന്തരമായ സമരമാണ് രാഷ്ട്രീയം. ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനമർഹിക്കുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: When political majority is overpowered by communal majority, then democracy will become a mere name and a farce. വർഗീയമായ ആധിപത്യം എന്നാണോ രാഷ്ട്രീയമായ ആധിപത്യത്തെ മറികടക്കുന്നത്, അന്ന് ജനാധിപത്യം ഒരു വെറും പേരും പ്രഹസനവുമായി മാറിക്കഴിയും. ഇന്നിപ്പോൾ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്സരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും പ്രതിപക്ഷമാവാനാണ് മത്സരിക്കുന്നത്. BJP ഭരണപക്ഷത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം ഇലക്ഷന് മുന്നേ തന്നെ വകവച്ച് കൊടുത്തിരിക്കുന്ന പോലെയാണ്. കോൺഗ്രസ് പോലും ഇന്ത്യയിൽ 300-ൽ പരം സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ആവട്ടെ ഇങ്ങ് കേരളത്തിൽ വന്നാണ് വീണ്ടും മത്സരിക്കുന്നത്. ആരോടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കേരളത്തിൽ? CPIM. രാഹുൽ ഗാന്ധി BJPയോട് മത്സരിക്കുന്നില്ല. BJPയെ പൂട്ടിക്കെട്ടും എന്നും വീമ്പിളക്കി പാർലമെന്റിൽ പോയ രാഹുൽ ഗാന്ധി പക്ഷേ പൂട്ടിക്കെട്ട് എന്നതിന് പകരം BJPയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിൽ പല ജനവിരുദ്ധ ബില്ലുകളും അവതരിപ്പിക്കപ്പെട്ടു. ആ ബില്ലുകളിലൊന്നും കേരളത്തിന്റെ ഇച്ഛയെ പ്രതിനിധീകരിക്കാൻ കോൺഗ്രസിനായില്ല. മുത്തലാഖ് വന്നു, NIA ഭേദഗതി വന്നു, CAA നിയമം വന്നു. ഇതിലൊന്നും തന്നെ എവിടെയും ഒരിടത്തും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവിടെയും കനലൊരു തരി എന്ന് പലരും കളിയാക്കിയ CPIMന്റെ ഏക അംഗമായ ആരിഫ് മാത്രമാണ് എണീറ്റ് നിന്ന് ശബ്ദം ഉന്നയിച്ചത്. അദ്ദേഹം വിജയിച്ചോ എന്ന് ചോദിക്കും. വിജയികളുടെ തോളിൽ ചാരിയല്ല മനുഷ്യവംശം ഇതുവരെ എത്തിയത്. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴും എണീറ്റ് നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആർജവമുള്ള മനുഷ്യരുടെ കണ്ണീർ പുഴകൾ താണ്ടിയാണ് മനുഷ്യരാശി ഇന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റാണ്. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും. BJPയെ പറ്റിയോ മോദിയെ പറ്റിയോ ഒരക്ഷരം വിമർശിക്കാൻ തയ്യാറാവാത്ത ഒരു പ്രതിപക്ഷ നേതാവും നമുക്കുണ്ട്. കേരളം കഴിഞ്ഞ ദുരന്ത കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ കേരളത്തിന് വേണ്ടി ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറാവാതിരുന്ന 19 UDFന്റെ MPമാർ നമുക്കുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇവിടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കാൻ, നമുക്ക് വേണ്ടി നമ്മുടെ ശബ്ദം ഉയർത്താൻ, ആ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കാൻ, ഒരു ഭയത്തിനും വഴിപ്പെടാതെ, ഒരു ഭീഷണിക്കും വഴിപ്പെടാതെ ജനപക്ഷത്ത് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.